ഹലോ ഗൈസ്, ട്രിപ്പിൻ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെയും പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡൽഹിയിലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസസിൻ്റെ വീഡിയോയാണ്. കുത്തബ്മിനാറിന് അടുത്ത് മെഹ്റോളി എന്ന സ്ഥലത്ത് മെഹ്റോളി ഹിസ്റ്റോറിക്കൽ പാർക്കിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡൽഹിയിൽ സന്ദർശിക്കാൻ വരുന്നവർക്ക് അല്ലെങ്കിൽ ഡൽഹി കാണാൻ വരുന്നവർക്ക് തന്നെ അത്യാവശ്യം എല്ലാവർക്കും തന്നെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പരിചയമുള്ളായിരിക്കും. എങ്കിലും പലരും അറിയാതെയും കാണാതെയും പോകുന്ന ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസസുകൾ ഡൽഹിയിലുണ്ട്. ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഉള്ള ഒരു സ്ഥലം ഡൽഹിയിലെ കുത്തബ്മിനാറിനടുത്ത് മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിലാണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ പാർക്കിലെ ലോധി ടോംബ് എന്ന ചെറിയ ഒരു പുരാതന സ്ഥലത്തെക്കുറിച്ചായിക്കോട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഡൽഹി നഗരത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശവകുടീരങ്ങളുള്ള ഒരു സ്ഥലമാണ് ഡൽഹി മെഹ്റോളി എന്ന സ്ഥലം. വലിയൊരു കാടെന്നോ പാർക്കെന്നോ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ പല ഇടങ്ങളിലായി പുരാതനമായ കെട്ടിടങ്ങളും ശവകുടീരങ്ങളും കാണുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ശവകുടീരങ്ങളിൽ ഒന്നാണ് അപമാനകരമാം വിധം ആരും അറിയാതെ മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിൻ്റെ ഒരു മൂലയിൽ ഒരു മഹത്തായ ധ്യാനരൂപം പോലെ വസിക്കുന്നു. ഇതിൻ്റെ ചുറ്റിലുമുള്ള പാർക്ക് ഒരു വനമാണോ അതോ കേവലം ഒരു ഇലച്ചെടികളുടെ ഒരു ആവരണമാണോ എന്ന് തന്നെ എളുപ്പത്തിൽ വേർതിരിച്ച് പറയാൻ പറ്റാത്ത ഒരു ചുറ്റുപാടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ലോധി കാലഘട്ടത്തിൽ, അതായത് AD 1451 മുതൽ 1526 ഈ കെട്ടിടത്തിന് 12 തൂണുകൾ ഉള്ള ഗോപുര ശവകുടീരം എന്നാണ് നാമകരണം ചെയ്യപ്പെടുന്നത്. ഇലപ്പൊഴിയും പച്ചനിറമുള്ള കിക്കാർ മരങ്ങളുടെ ആവരണത്താൽ മൂടപ്പെട്ട ഒരു ചെറിയ കുന്നിൻ മുകളിൽ ഗംഭീരമായി ഇരിക്കുന്ന ഈ സ്ഥലം അവിടെയും ഇവിടെയുമായി ഓരോ ഭാഗങ്ങളും ഇടിഞ്ഞു വീണ് തുടങ്ങിയിരിക്കുന്നു. പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ അതിഗംഭീരമായ രീതിയിൽ, ഷേപ്പിൽ, കൊത്തുപണികൾ പോലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത് ഈ ശവകുടീരം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇവിടെ എൻട്രി ഫീസുകൾ നേരത്തെ 30 രൂപയായാലും ഇപ്പോൾ എൻട്രി ഫീസുകൾ മേടിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഇത് പുതുക്കി പണിയുകയാണ്. ഡൽഹി ആർക്കിയോളജിക്കൽ പാർക്കിനുള്ളിൽ തന്നെ ഒരുപാട് പുരാതന സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവയെല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായ രീതിയിൽ അതിമനോഹരമായിട്ടാണ് എല്ലാം തന്നെ പണിതിരിക്കുന്നത്. ഒരുപക്ഷെ ആർക്കും തന്നെ അറിഞ്ഞുകൂടായിരിക്കും ഓരോ കബറിടവും ആരുടെയൊക്കെയാണെന്നോ അല്ലെങ്കിൽ ആരെയൊക്കെയാണോ അവിടെ അടക്കിയിരിക്കുന്നത് എന്ന് പോലും പലർക്കും അറിയാൻ പാടില്ലായിരിക്കും. എങ്കിൽ പോലും ഓരോ ആർക്കിയോളജിക്കൽ പ്ലേസിനും ഓരോ പേരുകൾ അവർ നൽകിയിട്ടുണ്ട്. ഇലപ്പൊഴിയും പച്ചനിറമുള്ള കിക്കാർ മരങ്ങളുടെ ആവരണത്താൽ മൂടപ്പെട്ട ഒരു ചെറിയ കുന്നിൻ മുകളിൽ ഗംഭീരമായി ഇരിക്കുന്ന ഈ സ്ഥലം അവിടെയും ഇവിടെയും ഓരോ ഭാഗങ്ങളും ഇടിഞ്ഞു വീണെന്ന് തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഗോപുരത്തിൻ്റെ ഉള്ളിൽ ഒരു രാജ്ഞിയുടെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ ക്ലിയർ ആവുന്നില്ല. ഭീമാകരമായ താഴികക്കുടത്തിന് മുകളിൽ വളഞ്ഞ് വിണ്ടുകീറിയ തല തിരിഞ്ഞ താമര ചിറകുകൾ പോലെ ഇതൊരു വിചിത്രമാണെങ്കിലും അതിന് ചുറ്റും നിന്ന് മുളച്ചു പൊങ്ങുന്ന മുള്ളുകളുള്ള ചെടികളും മരങ്ങളുടെ ദൃഷ്ടിയിൽ ഇത് കാണാൻ ഒരു വല്ലാത്ത ഭംഗി തന്നെയാണ്. അവശേഷിക്കുന്ന കമാനങ്ങളുള്ള ഒരു കവാടത്തിൻ്റെ സാന്നിധ്യവും ഒരു കോണിപ്പടിയിലൂടെ പ്രവേശിക്കാവുന്നതും നിരവധി ശിഥിലമായ ശവകുടീരങ്ങളാൽ അടയാളപ്പെട്ടതുമായ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിൻ്റെ അവശിഷ്ടങ്ങളും കാണുമ്പോൾ ശവകുടീരം ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അങ്ങേയറ്റം ആദരണീയനായ ഒരു വിശുദ്ധനോ ആണെന്ന് ഊഹിക്കാം. വൈകുന്നേരങ്ങളിൽ ഒരു സീറ്റ് പിടിക്കാനും വൈകുന്നേരങ്ങളിലെ ഗോസിപ്പുകൾ പറയാനുമായിട്ട് പ്രാദേശിക ഗ്രാമവാസികൾ ഒരുപാട് തന്നെ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ഇത്.
ഏതാണ്ട് ഉദ്വേഗജനകമായ ഇൻറ്റീരിയറുകൾ, ഏതാണ്ട് പൊടിയായി അപ്രത്യക്ഷമായി കിടക്കുന്നു ഇവിടെ. പക്ഷേ ഇത് അവസാനത്തെ സവിശേഷമായ ബാഹ്യ സവിശേഷതയാണ് എന്നും അതിൻ്റെ അസാധാരണമായ നാശകരമായ അവസ്ഥ ഉണ്ടായിരുന്നിട്ടും ഒരാളുടെ കണ്ണുകൾ ആകർഷിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്ര മനോഹരമായിട്ട് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കെട്ടിടമാണിത്. ഒരു പക്ഷേ ഒരു എണ്ണ വിളക്ക് സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെ മിഹ്റാബിൻ്റെ പിൻവശത്ത്, അതായത് മക്കയുടെ ദിശ സൂചിപ്പിക്കുന്നത് നമസ്കാരം നിർവഹിക്കുമ്പോൾ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്നതുമായുള്ള ഒരു പള്ളി ഫ്യൂണറ്റ് ഘടനയുടെ പടിഞ്ഞാറൻ മതിൽ ഒരു ചെറിയ മനോഹരമായ അലങ്കാരം സമുച്ചയം സ്ഥിതി ചെയ്യുന്നു. ഈ സവിശേഷത ഒരിക്കലും അങ്ങനെ വിവരിച്ച സ്ഥലത്തും പ്രതീക്ഷപ്പെടുന്നില്ല. കാരണം നഗരത്തിലെ മറ്റേതെങ്കിലും പള്ളിയിലോ ശവകുടീരത്തിലോ പുരാതന കല്ലുകളിലൂടെ ചരിത്രം പറഞ്ഞു നടക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി അതിൻ്റെ പ്രശാന്ത സൗന്ദര്യം കൊണ്ട് ആകർഷിക്കുകയും ചെയ്യുന്ന ഡൽഹിയുടെ ഹൃദയഭാഗത്ത് മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിൽ ശ്രദ്ധേയമായ ഒരു പരിവർത്തനം സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 1840കളിൽ ഡൽഹിയിലെ ഗവർണറുടെ റെസിഡൻറ്റ് കമ്മീഷണറായിരുന്ന തോമസ് മെറ്റ്കാഫ് ദിൽകുഷ എന്ന വാരാന്ത്യ റിട്രീറ്റ് സമുച്ചയം നിർമ്മിക്കുകയും പഴയ ശവകുടീരങ്ങളെ ഇംഗ്ലീഷ് ശൈലിയിലുള്ള വീടുകളാക്കി മാറ്റുകയും ചെയ്തിരുന്നു. സമുച്ചയത്തിൽ സർക്കുലർ ഡൈനിങ് റൂമും സെക്യൂരിറ്റി ഔട്ട് പോസ്റ്റുകൾ, ഛട്രികൾ അല്ലെങ്കിൽ ഫോളികൾ തുടങ്ങിയ മറ്റ് അനുബന്ധ ഘടനകളും അദ്ദേഹം നിർമ്മിച്ചു. ഇത് വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നുവെന്നും മധുവിധു ദമ്പതികൾക്കായി അദ്ദേഹം ഈ സ്ഥലം വാടകയ്ക്ക് നൽകിയിരുന്നുവെന്നും ചരിത്രപരമായ പരാമർശങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടു. പുനരുജ്ജീവനം, പുനഃസ്ഥാപനം, പുനർനിർമ്മാണം എന്നിവ കഠിനാധ്വാനമാണ്. ധൈര്യം, പ്രത്യേകിച്ച് ഭാവന, നിശ്ചയദാർഢ്യം എന്നിവ ഉൾപ്പെടുന്ന ജോലികളാണ് പലപ്പോഴും ഒരു സ്വത്ത് സൃഷ്ടിക്കുന്നതിന് യഥാർത്ഥത്തിൽ ചെലവഴിച്ചതിനേക്കാൾ കൂടുതലാണ് ഇവിടെ നമുക്ക് ചെലവാകുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഇമാതിരി പഴയ ബിൽഡിങ്ങുകൾ നമ്മുടെ ഗവൺമെൻറ് പുതുക്കി പണിയുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷം വീണ്ടും നമുക്ക് ഇതുപോലെയുള്ള സ്മാരകങ്ങൾ വരുന്നവർക്കും സന്ദർശകർക്കും കാണാൻ കൗതുകവും ആയിരിക്കും എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡൽഹിയിൽ ഇതേപോലെ അറിയാതെ പോകുന്ന ഒരുപാട് സ്മാരകങ്ങൾ ഉണ്ട്. എങ്കിൽ പോലും പലർക്കും അറിഞ്ഞുകൂടാ ഇത് എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നോ അവിടേക്ക് എങ്ങനെ പോകുന്നുവെന്നോ. മെഹ്റോളി ആർക്കിയോളജിക്കൽ പാർക്കിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് ഏറ്റവും അടുത്ത ഡൽഹിയിലെ മെട്രോ സ്റ്റേഷൻ കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ മാൽവിയ നഗർ മെട്രോ സ്റ്റേഷനാണ്. മാൽവിയ നഗർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് മെഹ്റോളി ബസ് സ്റ്റോപ്പിലേക്ക് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലേക്ക്, മെഹ്റോളി ബസ് ടെർമിനൽ എന്ന് നമ്മൾ പറയും, അവിടേക്ക് വരാൻ വേണ്ടി നമുക്ക് 10 രൂപ അല്ലെങ്കിൽ 5 രൂപ ഡൽഹി ബസ് കയറിയാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ കുത്തബ് മിനാർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചാലും നമുക്ക് 30 രൂപ 40 രൂപയ്ക്ക് ഈ സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. നിങ്ങളിപ്പോൾ ഡൽഹി വരുന്നതിന് മുന്നേ തന്നെ ഇതേപോലെയുള്ള സ്ഥലങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നെറ്റിലോ സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് പോയി കാണുക. എങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർ പറഞ്ഞ് ചിലപ്പോൾ ഇതേപോലെയുള്ള സ്ഥലങ്ങൾ അറിയാൻ സാധിക്കില്ല. അതേപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഡൽഹിയിൽ ഇതേപോലെയുള്ള ഒരുപാട് ആർക്കിയോളജിക്കൽ പ്ലേസുകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള വീഡിയോകളായിരിക്കും. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കാണാത്ത സ്ഥലങ്ങളായിരിക്കും എൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഒരുപാട് പേർക്ക് പഠിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി.